നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒഴൂർ അയ്യായയിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ 3 പ്രതികളെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് നിയന്ത്രണങ്ങൾ വിശദീകരിച്ച് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ശാഖ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊടിയേറ്റത്തിന് ഘോഷയാത്രയിൽ 10 ആനകൾ അണിനിരക്കും. തിരൂർ നഗരസഭ നിയുക്ത ഉപാധ്യക്ഷയായി കോൺഗ്രസിലെ സിന്ധു മംഗലശ്ശേരിയെ പാർട്ടി തീരുമാനിച്ചു. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തു. വിശദമായ വാർത്തകൾ. ഒഴൂർ അയ്യായയിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ 3 പ്രതികളെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. അയ്യായ ജുമാ മസ്ജിദിന് സമീപത്തെ ശിഹാബ് തങ്ങൾ സ്മാരക മുസ്ലിം ലീഗ് ഓഫീസാണ് കഴിഞ്ഞ ദിവസം തീവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഫീസിനകത്തുള്ള ഫർണിച്ചറുകളും സ്പീക്കർ സെറ്റുകളും മറ്റും കത്തി നശിച്ചിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ബൈക്കിലെ പെട്രോൾ ഊറ്റിയെടുത്ത് പാർട്ടി ഓഫീസിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊട്ടിച്ച് ഒരു ഭാഗം ഉയർത്തിയാണ് അതിലേക്ക് പെട്രോൾ ഒഴിച്ച് തീവെച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഈ സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8:30 ഒഴൂർ 15-ാം വാർഡ് UDF ആഹ്ലാദ പ്രകടനത്തിനിടയിൽ അയ്യായ വെച്ച് CPMന്റെ 3 കൊടികൾ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു എന്ന കുറ്റത്തിന് 8 മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പേരിൽ താനൂർ പോലീസ് കേസെടുത്തിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. കത്തി നശിച്ച പാർട്ടി ഓഫീസിൽ സയന്റിഫിക് ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തിയിട്ടുണ്ട്. താനൂർ DYSP P പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്തും സംഘവുമാണ് അന്വേഷണം നടത്തുന്നത്. പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നാണ് സൂചന. വെട്ട ന്യൂസ്, താനൂർ. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് നിയന്ത്രണങ്ങൾ വിശദീകരിച്ച് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര. ജില്ലാ ആന പരിപാലന സമിതിയുടെ അനുമതിയുള്ള ആനകളെ മാത്രമേ നേർച്ചയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂവെന്നും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ സബ് കളക്ടർ വിശദീകരിച്ചു. തഹസിൽദാർ CK ആഷിഖ്, തിരൂർ CI P വിഷ്ണു എന്നിവരും സംബന്ധിച്ചു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ജനുവരി 4, 5, 6 തീയതികളിൽ പുതിയങ്ങാടി വലിയ നേർച്ച നടക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആലോചനാ യോഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതേപോലെ നേർച്ച കമ്മിറ്റി പ്രതിനിധികളെ ഉൾപ്പെടുത്തി നമ്മൾ ചേരുകയുണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടി തന്നെ നേർച്ച വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേർച്ചയിലെ എല്ലാ പ്രതിനിധികളും, നേർച്ച കമ്മിറ്റി പ്രതിനിധികൾ അവരുടെ ഈ വർഷത്തെ പ്ലാനുകൾ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ആ രീതിയിൽ അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ, പ്രത്യേകിച്ചും പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ക്രമസമാധാനവും ട്രാഫിക് ക്രമീകരണവും ഒക്കെ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. അപ്പോൾ പ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊടിയേറ്റവും കുടിയിറക്കവും അതേപോലെ വരവുകളുമായിട്ട് ബന്ധപ്പെട്ട് ആനകൾ വരുന്നത് പല വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്ന ആചാരമാണ്. അങ്ങനെ വരുന്ന എല്ലാ ആനകൾക്കും ജില്ലാതല ആന പരിപാലന സമിതിയുടെ കൃത്യമായ പെർമിഷൻ ഉണ്ടാകണമെന്നും അതേപോലെ ഫോറസ്റ്റ് വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആവശ്യമായ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി നേരത്തെ തന്നെ അതിന്റെ ലിസ്റ്റ് പോലീസിനെ അറിയിക്കണമെന്നും, അങ്ങനെ എല്ലാ നിബന്ധനകളും പാലിക്കുന്ന ആനകളെ മാത്രമേ നമുക്ക് ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കൂ എന്നും നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതേപോലെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ബിവറേജസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മദ്യ ഔട്ട്ലെറ്റുകൾ 3 ദിവസത്തേക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നമ്മൾ യോഗത്തിൽ തീരുമാനിക്കുകയും ആ ഒരു റെക്കമെൻഡേഷൻ കളക്ടറേറ്റിലേക്ക് അയച്ചു കൊടുക്കാനും നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. ട്രാഫിക് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആവശ്യമായ വിവിധ പ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. 30-ാം തീയതി വരെ വിവിധ വരവ് കമ്മിറ്റികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം 31-ാം തീയതി നമ്മുടെ വിവിധ വരവ് കമ്മിറ്റികളുടെ ഡീറ്റെയിൽസും
അതേപോലെ അതിൽ പങ്കെടുക്കുന്ന ആനകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ലഭിച്ചതിന് ശേഷം 31-ാം തീയതി ആദരണീയനായ DYSP സാറിന്റെ അധ്യക്ഷതയിൽ നമ്മൾ ക്രമസമാധാന പാലനം ട്രാഫിക് നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യോഗം പോലീസ് നടത്തുന്നതാണ്. ആ യോഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ, ട്രാഫിക് ക്രമീകരണങ്ങൾ, ക്രമസമാധാന നിർദ്ദേശങ്ങൾ, ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒക്കെ കൃത്യമായിട്ട് നമ്മൾ നൽകുന്നതാണ്. അതേപോലെ നമുക്കറിയാം അനേകം കച്ചവട സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ കൃത്യമായി പഞ്ചായത്തിൽ നിന്ന് അനുമതി പത്രം വാങ്ങുകയും അതിനാവശ്യമായ നിർദ്ദിഷ്ട ഫീസ് അടയ്ക്കുകയും അതേപോലെ ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ ഫീസ് നൽകുകയും ചെയ്യണമെന്നും അതേപോലെ നിയമവിരുദ്ധമായ യാതൊരു നടപടികളും ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന്റെ പരിശോധനകൾ കടകളിൽ ഉണ്ടാകുന്നതാണ്. ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഒരു മൊബൈൽ ലാബ് ഉണ്ടാകുന്നതാണ്. അവരുടെ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുന്നതാണ്. എല്ലാ സ്ഥാപനങ്ങളും ഒരു നിശ്ചിത വോളിയത്തിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ പഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടെമ്പററി ലൈസൻസും എടുക്കേണ്ടതാണെന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. കൃത്യമായ വെൻഡിങ് സോണുകൾ, കടകൾ എവിടെയൊക്കെ സ്ഥാപിക്കാമെന്നുള്ള കാര്യം പഞ്ചായത്ത് മുൻകൂട്ടി നിശ്ചയിച്ച് നേർച്ച കമ്മിറ്റി അറിയിക്കുകയും അത്തരം സ്ഥലങ്ങളിൽ മാത്രം ട്രാഫിക്കിനോ ഘോഷയാത്രയ്ക്കോ മറ്റു ചടങ്ങുകൾക്കോ യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ അത്തരം സ്ഥലങ്ങളിൽ മാത്രമേ വെൻഡിങ് സോണുകൾ, കടകൾ സ്ഥാപിക്കാൻ പാടൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മുഴുവൻ പ്രോഗ്രാമിലും പോലീസിന്റെ സജീവമായ സാന്നിധ്യം, പ്രത്യേക കൗണ്ടർ ഉൾപ്പെടെ ഉണ്ടാകുന്നതാണ്. റവന്യൂ വകുപ്പിന്റെ പൂർണ്ണമായ സാന്നിധ്യം, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് തിരൂർ തഹസിൽദാരെ നിയമിക്കുകയും തുടർന്ന് റവന്യൂ വകുപ്പ് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടുകൂടി മെഡിക്കൽ കൗണ്ടർ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതാണ്. എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ നമ്മൾ പൂർണ്ണമായ ജനപിന്തുണയോടും എല്ലാ വിഭാഗങ്ങളുടെയും വകുപ്പുകളുടെയും അവിടുത്തെ പ്രാദേശിക സമൂഹത്തിന്റെയും പിന്തുണയോടുകൂടി വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ശാഖ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. തിരൂർ മെഹക് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള പ്രസിഡൻഷ്യൽ അവാർഡുകളും കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങൾക്കുള്ള അച്ചീവേഴ്സ് അവാർഡുകളും വിതരണം ചെയ്തു. വനിതാ വിഭാഗമായ WDC നടപ്പാക്കുന്ന ജനനി പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു. പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ആസിഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ തോമസ്, സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ, IDA കേരള CDE ചെയർമാൻ ഡോക്ടർ രാജീവ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ജസ്റ്റ് 60-ന് മേളിൽ മെമ്പർഷിപ്പുമായിട്ട് തുടങ്ങിയ ഒരു ബ്രാഞ്ച് വെറും 4 വർഷക്കാലം കൊണ്ട് ഇപ്പം 325 മെമ്പേഴ്സുമായി കയ്യടി അവസാനം. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചാൻസ് തരാം. 325-ന് മേളിൽ അംഗബലവുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ കേരള ശാഖയെ തന്നെ അങ്ങേയറ്റം അഭിമാനവും അങ്ങേയറ്റം മത്തുമായിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് IDA തിരൂർ ബ്രാഞ്ച് എന്ന് പറയുന്നില്ലാത്ത അങ്ങേയറ്റം അഹങ്കാരത്തോടെ ഞാൻ പറയുന്നു. CDH, CDA എന്നീ വിഭാഗങ്ങളുടെ ഈ വർഷത്തെ ആദ്യ പരിപാടികളുടെ ലോഞ്ചിങ്ങും നടന്നു. IMA തിരൂർ ശാഖ പ്രസിഡന്റ് ഡോക്ടർ അസീം, സെക്രട്ടറി ഡോക്ടർ ജംഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ആസിഫ്, സെക്രട്ടറി ഡോക്ടർ ഫമീഷ, ട്രഷറർ ഡോക്ടർ അഷ്റഫ് എന്നിവരാണ് ഭാരവാഹികൾ. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ നഗരസഭ നിയുക്ത ഉപാധ്യക്ഷയായി കോൺഗ്രസിലെ സിന്ധു മംഗലശ്ശേരിയെ പാർട്ടി തീരുമാനിച്ചു. ഞായറാഴ്ച രാത്രിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. 3 വർഷം സിന്ധുവും കൗൺസിലിന്റെ അവസാന 2 വർഷം കോൺഗ്രസിലെ വസന്ത പുളിക്കലുമാണ് ഉപാധ്യക്ഷ പദം അലങ്കരിക്കുക. തിരൂർ നഗരസഭ 35-ാം വാർഡിൽ നിന്നാണ് സിന്ധു മംഗലശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടത്. CPIയിലെ മുനീറ കിഴക്കാംകുന്നത്തായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് മണ്ഡലം യോഗത്തിലാണ് സിന്ധുവിനെ ആദ്യത്തെ 3 വർഷം നഗരസഭ ഉപാധ്യക്ഷയാക്കാൻ തീരുമാനിച്ചത്. കൗൺസിലിന്റെ അവസാനത്തെ 2 വർഷം
കൂത്തുപറമ്പ് വാർഡിൽ നിന്നും വിജയിച്ച വസന്ത പുളിക്കൽ ഉപാധ്യക്ഷയാവും. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊടിയേറ്റത്തിന് ഘോഷയാത്രയിൽ 10 ആനകൾ അണിനിരക്കും. ഈ മാസം 30 തീയതി വരെ രജിസ്റ്റർ ചെയ്യുന്ന വരവുകളെ മാത്രമേ നേർച്ചയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ വെട്ട ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളെ ആർഡിഒ മീറ്റിംഗ് ആയിരുന്നു. അതിൽ സബ് കളക്ടർ, CA, എക്സൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ആനന്റെ പ്രശ്നം ആകുന്നുണ്ട്. അതുകൊണ്ട് 30 തീയതി എവിടുന്നൊക്കെയാണ് വരുന്നത് അവർ 30 തീയതിന്റെ മുന്നേ വന്ന് രജിസ്റ്റർ ചെയ്യണം. 30 തീയതി കഴിഞ്ഞാൽ ആനന്റെ ഒരു പെർമിഷനും കിട്ടൂല. അത് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഫോറസ്റ്റിലേക്ക് കൊടുക്കണം, പോലീസിലേക്ക് കൊടുക്കണം, ഈ ഞങ്ങളെ പെർമിഷൻ മേടിക്കണം, എന്നാലേ ആന ഈ പെർമിഷൻ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയാണ് ആനന്റെ വരവേരോടാണ് പറഞ്ഞത്. ആനുള്ള വരവേര്, പിന്നെ ബാക്കിയുള്ള വരവുകൾ ഒക്കെ വന്ന് രജിസ്റ്റർ ചെയ്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് തീർക്കുക. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നിബന്ധനകൾ, ഞങ്ങൾ ഈ വരവേർക്കുള്ള പ്രത്യേക നിബന്ധനകളുണ്ട്. അതിന് ഞങ്ങൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സാധാരണ വിളിക്കും. അന്ന് എല്ലാ റിപ്പോർട്ടും അവിടുന്ന് ഞങ്ങൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ കമ്മിറ്റി ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ പരിപാടി നല്ല വിജയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ച് നമ്മളെല്ലാ വരവ് കമ്മിറ്റിക്കാരും എല്ലാ ദേശത്തുള്ളവരും ഞങ്ങൾ കമ്മിറ്റിനെ വിജയിപ്പിക്കണം. പ്രത്യേകമായിട്ട് എന്നാണ് പറയാം. 10 ആനുണ്ട്. 10 ആന ഇപ്പൊ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കൊടിയേറ്റത്തിന് അത് നമ്മൾ ഫോറസ്റ്റ് ഉപയോഗിക്കുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അവര് തമ്മിൽ സബ് കളക്ടർ വരുമ്പോൾ അവരെ ചർച്ച ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് 10 ആന ഉണ്ടാവും. അപ്പൊ എല്ലാവരും സന്തോഷിച്ചിരിക്കുക, ഞങ്ങളിത് സഹകരിക്കുക. അത് കമ്മിറ്റിനെ പ്രത്യേകമായിട്ട്. അപ്പൊ ചെയർമാൻ ഇവിടെ സ്ഥലത്തില്ല. അപ്പൊ ചെയർമാൻ ഇവിടെ കൊല്ലത്തൊരു എമർജൻസി പോയതാണ്. അപ്പൊ നാളെ വരുള്ളൂ. അപ്പൊ ഇന്ന് ചെയർമാൻ ഇവിടെ സ്ഥലത്തില്ല. പ്രാദേശിക അവധി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിന് ഈ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികൾക്കൊക്കെ ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള 6 തീയതി ഈ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്കവാറും 6 തീയതി ലീവ് ആവും. പിന്നെ എക്സൈസിന്റെ കാര്യങ്ങൾ നമ്മൾ ബീവറേജ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും കൂടെ ഞങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കൂടെ ഇനി വരുന്നതാണ്. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയുടെ അധ്യക്ഷതയിൽ നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. തഹസിൽദാർ CK ആഷിഖ്, തിരൂർ CI P വിഷ്ണു തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ വർഷം ആനയുടെ ആക്രമണത്തിൽ തെക്കുമുറി സ്വദേശി മരണപ്പെട്ടിരുന്നു. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിയന്ത്രണങ്ങൾ യോഗം ചർച്ച ചെയ്തു. മലപ്പുറം ആന പരിപാലന സമിതിയുടെ അനുമതി, വെറ്റിനറി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും അനുമതിയുമുള്ള ആനകളെ മാത്രമേ നേർച്ചയിൽ പ്രവേശിപ്പിക്കാനാവൂ. കൊടിയേറ്റ വരവിൽ കൊടിയേറുന്ന സമയത്ത് ആനകളെ ജാറം മൈതാനിയിൽ പ്രവേശിപ്പിക്കില്ല. DJക്ക് അനുമതി നൽകില്ല. ആനപ്പാപ്പാന്മാർ മദ്യപിച്ചാൽ നടപടിയുണ്ടാകും. കർശന ട്രാഫിക് നിയന്ത്രണം, വരവുകളുടെ സമയത്തിൽ നിയന്ത്രണം, വഴിയോര കച്ചവടങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. നേർച്ചയിലെ 3 ദിവസങ്ങൾക്കും മദ്യനിരോധനം ഏർപ്പെടുത്തും. നേർച്ചയുടെ സമാപന ദിവസമായ ജനുവരി 6 ഉച്ചയ്ക്ക് ശേഷം തലക്കാട് പഞ്ചായത്തിലെയും അനുബന്ധ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എല്ലാ വർഷവും കൃത്യമായിട്ടും തെറ്റായിട്ട് നടത്തി വരുന്ന ഒരു നടപടികൾ തന്നെയാണ് നേർച്ചയുടേത്. സർക്കാരിന്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി അതേപോലെ തിരിച്ചും നേർച്ച കമ്മിറ്റി നമ്മളുടെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിച്ച് തന്നെയാണ് പോകാറുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് ആനയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ വർഷം നമ്മൾ ആ രീതിയിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള അതുപോലും ഇല്ലാത്ത രൂപത്തിലേക്ക് വളരെ സമാധാനപരമായിട്ട് ആ ഉണ്ടായത് എങ്ങനെയാണോ അത് ഇല്ലാതിരിക്കാനുള്ളത് ആവർത്തിക്കുക എന്ന് പറഞ്ഞു. ആനകളെ ശരിയായിട്ട് വഴിയിലേക്ക് നിർത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് പറയാനില്ല. അങ്ങനെ നിർത്തണ്ടേ ഇപ്പൊ ഈ കമ്മിറ്റിക്കാർ ഇവിടെ വരുന്നവർ ഫുൾ കൺട്രോളിങ് അവരുടെ കയ്യിൽ തന്നെ കിട്ടണം. അതല്ലാതെ പുറത്തുള്ള ഒരാള് സജഷൻ പറഞ്ഞിട്ട് ഉള്ളിൽ കയറ്റണം എന്നുള്ള വാശി പിടിച്ച് നിർത്തരുത്. നമ്മുടെ സാഹചര്യം ഉണ്ടാവരുത്. ഈ മാസം 30 തീയതി വരെ രജിസ്റ്റർ ചെയ്യുന്ന വരവുകൾക്ക് മാത്രമേ നേർച്ചയിൽ പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ. 31 രാവിലെ വരവ് കമ്മിറ്റി യോഗം ചേരും. തഹസിൽദാർ CK ആഷിഖ്, തിരൂർ CI
പി വിഷ്ണു, എക്സൈസ് ഇൻസ്പെക്ടർ സാദിഖ്, തലക്കാട് പഞ്ചായത്ത് സെക്രട്ടറി എം ലത, ഡെപ്യൂട്ടി തഹസിൽദാർ ബി രാജേഷ്, നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ പാറപ്പുറത്ത് ബഷീർ, ട്രഷറർ ഷുക്കൂർ, കിഴക്കിനകത്ത് ഇ റൌഫ്, അഷ്കർ, വി ടി റസാഖ്, ഷിബു, ഷാബിർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷാജി, എൻ എസ് ബാബു, ശശി കറുകയിൽ, സി പി ബാപ്പുട്ടി, മോഹനകൃഷ്ണൻ, യൂസഫ് തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.